ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡേ വിത്ത് ദേവുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ പല്ലിലുണ്ടാകുന്ന മഞ്ഞ കറകൾ, അതുപോലെ തന്നെ കറുത്ത കറകൾ, അങ്ങനെ പലതരത്തിലുള്ള കറകളുണ്ടാവും. അത്തരത്തിലുള്ള കറകളൊക്കെ എങ്ങനെ നീക്കം ചെയ്യാം, നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പലർക്കും പല രീതിയിലായിരിക്കും പല്ലിൽ കറ വരെ. ചിലവർക്ക് ടാബ്ലറ്റ്സ്, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക് പല്ലിൽ കറ വീഴും. അതുപോലെ തന്നെ ബോയ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടിപ്പ് ബോയ്സിനും ഗേൾസിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പറയുന്നത് ഇപ്പോൾ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും അല്ല കേട്ടോ, സ്മോക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പല്ലിൽ കറ വീഴും. അപ്പോൾ അത്തരത്തിലുള്ള കറകളൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യണത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഏതാണോ അതെടുക്കുക. ഞാൻ സെൻസോഡൈനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പകുതിയല്ല, ഒരു കാൽ ഭാഗമായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി ചതച്ചാൽ മതി കേട്ടോ. ചതച്ചിട്ട് നമ്മൾ അതിലോട്ട് നാരങ്ങ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/4 ടീസ്പൂൺ എടുത്താൽ മതി എന്ന് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തോരാണോ പല്ലിലേക്ക് എടുക്കുന്നത് അത്രയും തന്നെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അതെല്ലാം ഇത് കളറിന് കേട്ടോ. പേസ്റ്റ് ഒന്ന് അതിനോട് മിക്സ് ആയ വരെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാക്ക്. ഇനി നമ്മൾ സാധാരണ നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് പല്ലിൽ തേക്കുന്നുണ്ട്. 2 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് നമ്മുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ട് മാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.